കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനശ്രദ്ധ ആകർഷിക്കുന്ന നേമത്തെ പോരാട്ടമാണ്. രാജീവ് ഇന്നലെ താമര വരച്ച് പ്രചരണം ആരംഭിച്ചു. അതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നുണ്ട്, അവിടെ ശശി തരൂർ മത്സരിക്കാൻ ചിലപ്പോൾ എത്തുമെന്ന്. ഇതൊരു നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ട ശശി തരൂർ രാജീവ് മത്സരത്തിലേക്കാണോ മാറുന്നത്? നേമം തീർച്ചയായിട്ടും കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറിയത് ശ്രീ ഒ രാജഗോപാൽ BJPയുടെ MLA ആയി ജയിച്ച ആ ഒരു കാലഘട്ടം മുതലാണ്. പിന്നീട് കഴിഞ്ഞ തവണ അവിടെ അതേ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി തോറ്റതും കുമ്മനം ശ്രീ കുമ്മനം രാജശേഖരൻ്റെ പരാജയവും ഇത് രണ്ടുമാണ്. പിന്നെ വീണ്ടും ഒന്നുകൂടി ശ്രദ്ധ വന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ ഒരു മേൽക്കൈ അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നേമം എന്ന ഒരു നിയോജക അസംബ്ലി മണ്ഡലം BJPയുടെ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഏത് പാർട്ടിക്കാരും ഏത് മാധ്യമക്കാരും രാഷ്ട്രീയം അറിയാവുന്ന ആരും കണ്ണടച്ച് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൻ്റെ പേര് നേമമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ തവണ മത്സരിക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് സീറ്റിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും BJPക്ക് അവതരിപ്പിക്കാൻ നേമത്തേക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് പ്രചരണം ആരംഭിച്ചത് തന്നെ. ഇനി ഈ സ്വാഭാവികമായിട്ടും അടുത്ത താര് UDFൻ്റെ താര് എന്നുള്ളതാണ്. CPMൻ്റെ താര് എന്നുള്ളതിന് ഇപ്പോൾ എല്ലാവരും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ശ്രീ ശിവൻകുട്ടി തന്നെ ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹം ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്നൊക്കെ ഇടയ്ക്ക് കയറി പറഞ്ഞെങ്കിലും അദ്ദേഹം പറയുന്നതിന് ഒന്നും ആരും അങ്ങനെ വലിയ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നതിന് നേരെ വിപരീതം ചെയ്യുന്ന ആളാണ്. PM ശ്രീയിൽ ഒരു കാരണവശാലും ഒപ്പിടില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് വന്നിരുന്നുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതൊന്ന്. രണ്ട്, നിയമസഭയിൽ MLAമാരൊക്കെ വളരെ മര്യാദക്കാരായി പെരുമാറണമെന്ന് ഈ കുട്ടികൾക്ക് മോറൽ സയൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനെ പോലെ അദ്ദേഹം ക്ലാസ് എടുത്താൽ നമ്മൾ കണ്ടു. പ്രായോഗികമായി അദ്ദേഹം കാണിച്ചു കൊടുത്ത എന്താണെന്ന് നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ മത്സരിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ പിന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു UDF കോൺഗ്രസ് ആക്ഷേപം കേട്ടിട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് നേമം. എന്തായിരിക്കും അത്? ഒ രാജഗോപാലിനെ ജയിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ അതിൻ്റെ പേരിൽ വോട്ട് പിടിച്ചവരാണ്. ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് CPMന് കിട്ടാൻ ഏറ്റവും സഹായിച്ച ഒരു മണ്ഡലമാണ്. അതിൽ കേട്ടാൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ശ്രീ ചാരുപാറ രവി അന്ന് ജനതാദളിലായിട്ട് മത്സരിക്കുമ്പോൾ ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റാണ്. വോട്ട് വളരെ കുറവായിരുന്നു. അത് കുറഞ്ഞത് കോൺഗ്രസ്സുകാർ മാറി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആകണമെന്നില്ല. കാരണം തീർത്തും ആ ഒരു മത്സരത്തിൽ ചാരുപാറ രവി എന്നൊരു സ്ഥാനാർത്ഥി UDF അല്ല ഇനി ഏതായാലും സാധ്യത കുറവെന്നുള്ളത് കൊണ്ടും കൂടിയായിരിക്കാം. അങ്ങനെ പല ഘടകങ്ങളും ഉണ്ടാകാം. വീണ്ടും അടുത്ത തവണ വന്നപ്പോഴും നോക്കൂ, അതേ നിയമം വീണ്ടും വിവാദമായി. ശ്രീ K മുരളീധരൻ അവിടെ മത്സരിച്ചു. അവിടെ മത്സരിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? BJPയുടെ ഉള്ള MLA സ്ഥാനം നഷ്ടപ്പെട്ടു. അപ്പോഴും കോൺഗ്രസ് ആക്ഷേപം കേട്ടു. അതെന്താ? ശ്രീ K മുരളീധരൻ വന്ന് അവിടെ വലിയ ഒരു മത്സരം നടത്തി BJPക്ക് കിട്ടുമായിരുന്ന കുറേ വോട്ടുകൾ ശ്രീ K മുരളീധരൻ ആയിട്ടില്ലാതാക്കി CPMനെ ജയിപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു എന്ന് ഉണ്ട്. ഇതില്ല ആര് ജയിച്ചാലും പഴി കോൺഗ്രസ്സിന് എന്ന് പറയുന്ന പോലെയാണ്. ഈ ഉത്സവം വന്നാലും മരണം വന്നാലും കോഴിയുടെ കഴുത്ത് പോക്കാണ് എന്ന് പറഞ്ഞാണ്. ആര് ജയിച്ചാലും, അത് CPM ജയിച്ചാലും BJP ജയിച്ചാലും കോൺഗ്രസ് പ്രതിക്കൂട്ടിലാവുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യം ഈ നിയമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീ K മുരളീധരനാണ് ശരിക്കും അവിടെ CPMൻ്റെ വിജയത്തിന്, അതായത് BJPയുടെ പരാജയത്തിന് കാരണമായെന്നുള്ളത് നിസ്തർക്കമാണ്. പക്ഷേ LDF സമ്മതിക്കൂ? അവർ സമ്മതിക്കില്ല.
BJP അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചത് ഞങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതേ അർത്ഥത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആര് ജയിക്കണം എന്നുള്ളതൊരു വലിയ വിഷയമാണ്. പഴയ ആ ഒരു സീറ്റ് നിയമം അത് വീണ്ടും BJPക്ക് കൊടുത്ത് BJPയെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണമോ? മൂന്നാം പ്രാവശ്യവും ഇതൊക്കെ കാണിച്ച ഈ ശ്രീ വി ശിവൻകുട്ടിയെ തുടർച്ചയായി മൂന്നാം പ്രാവശ്യമല്ല, രണ്ടാം പ്രാവശ്യം അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കണമോ? ഇത് രണ്ടുമല്ല, കോൺഗ്രസ്സിനെ UDFന് ജയിപ്പിക്കണമോ? അതറിയണമെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് പൂർണ്ണമായി തീരുമാനിക്കണം. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചും പൊതുവെയുള്ള സംസാരത്തിലും ഡോക്ടർ ശശി തരൂരായിരിക്കും നേമത്ത് മത്സരിക്കുന്നതെന്നാണ് മാധ്യമങ്ങളൊക്കെ പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ശ്രീ കെ മുരളീധരൻ്റെ പേരിൽ ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നും ഇന്നലെ വേറൊരു വാർത്ത. അതാണ് ഈ തുടർ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഒരു വിജയ സാധ്യതയുള്ള സീറ്റ് നൽകാനല്ലേ ഇനി സാധ്യത? അതെ, ഇന്നലെ ആ ഒരു രീതിയിലാണല്ലോ വാർത്ത വന്നത്. പാലക്കാട് എന്നും എവിടേക്കോ പറഞ്ഞു കേട്ടു. ഇതെല്ലാം കേട്ടുകേൾവിയാണല്ലോ. അന്തിമമായി കോൺഗ്രസിന്റെ പട്ടിക അംഗീകരിച്ചാൽ മാത്രമേ. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഇപ്പോൾ വട്ടിയൂർക്കാവ്. അത് ഇപ്പോഴെന്നല്ല, അദ്ദേഹം കഴിഞ്ഞ, അതായത് വടകരയിലെയും ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനമുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലറായിട്ട് ഇപ്പം KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ എന്നതുപോലെ ഒരു സ്ഥാനം അല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കൂടുതൽ കഴിയുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണ്. അത് മാനസികവും വ്യക്തിപരവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിലുള്ള പിന്തുണ വളരെ വലുതാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മത്സരത്തിലേക്ക് അദ്ദേഹം പോയില്ലായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം പോയില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വടകര അദ്ദേഹം തന്നെ ജയിക്കുമായിരുന്നു, ഹാട്രിക് ആകുമായിരുന്നു, ഒരു സംശയവുമില്ല. കാരണം അത്ര വട്ടിയൂർക്കാവ് ഹാട്രിക് അടിച്ചതന്നെ. രണ്ടാമത്തെ തവണ പകുതിയായപ്പോഴാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോയത്. അപ്പോൾ അതങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ആ ടൈമും കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ടൈമും കംപ്ലീറ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ തട്ടകം വട്ടിയൂർക്കാവായി. അത് ഏതാണ്ട് പുതുപ്പള്ളി പോലെയോ പിന്നെ പറവൂർ പോലെയോ ഒരു സീറ്റായി UDFൻ്റെ പൊന്നാപുരം കോട്ടയായി നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വളരെ നല്ല സാധ്യതയുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ ഏത് അസംബ്ലി മണ്ഡലത്തിൽ നിന്നാലും ഏതാണ്ട് ജനത്തിന് തുല്യ നിലയിൽ അറിയാമെന്നുള്ളത് കൊണ്ട് അതൊരു പ്ലസ്സാണ്. ഇനി ഡോക്ടർ ശശി തരൂര് ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഹൈക്കമാൻഡ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ ആദ്യം ഒരു നയപരമായ തീരുമാനം ഉണ്ടാകണം. നിലവിലുള്ള MP-മാരിൽ ആർക്കെങ്കിലും മത്സരിക്കാൻ അനുവാദം നൽകണമോ വേണ്ടയോ? നിലവിലുള്ള MP-മാരാരും കേരളത്തിൽ മത്സരിക്കേണ്ട എന്ന് AICC ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. പാർട്ടി സീറ്റ് കൊടുത്താലേ പറ്റും. ഇനി അദ്ദേഹം സ്വയം തയ്യാറാവണം. ഇനി മത്സരിക്കാൻ പറഞ്ഞാൽ അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണല്ലോ. ചിലർ ആഗ്രഹിക്കുന്നത് എന്താണ്, മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കരുതിയും ഈ സേഫായിട്ടുള്ള സീറ്റുകളാണ് പലരും ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇതൊരു പോരാട്ടത്തിലേക്കല്ലേ പോകും. അതെ, പോരാട്ടത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, അവിടെ മറ്റൊരു ചോദ്യം കൂടി വരും. ഈ എല്ലാം കൂടെ ചേർന്നാണല്ലോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അദ്ദേഹം ജയിച്ചു എന്ന് കരുതുക, UDFന് ഭൂരിപക്ഷം കിട്ടിയെന്ന് കരുതുക. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അദ്ദേഹത്തിൻ്റെ പേര് ആരെല്ലാം പറഞ്ഞ് എല്ലാവരുടെയും സർവേയിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ പേരിട്ടിരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഈ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും കൂടി അത് പ്രയോജനപ്പെടുന്നതല്ലേ. ഇനി കേന്ദ്രത്തെക്കുറിച്ച് നോക്കിയാലോ, BJPക്ക് 240 സീറ്റേ ഉള്ളൂ, 543. മറ്റേ നമ്മളുടെ JDUവും TDPയും ഒക്കെയുള്ള സപ്പോർട്ടാണ് ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അവിടെ ഒരു മാറ്റം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രിയാകാൻ പറ്റുന്ന ആളും കൊടുക്കാവുന്നതും കൊടുത്താൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ആളാണ് ഡോക്ടർ ശശി തരൂർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ചർച്ച ചെയ്താലും അതിനുള്ള സാധ്യത ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു 50% സാധ്യത മാത്രം നമ്മളതിൽ 50% പോലും കാണേണ്ടതില്ല എന്നുള്ളതാണ്. നിഷ്പക്ഷമായി
നോക്കിയാൽ കാണാൻ കഴിയുക. മറ്റാരെങ്കിലും അവിടെ വരാനാണ് ഒരു സാധ്യത ഞാൻ കാണുന്നത്. രാഷ്ട്രീയപരമായി എങ്ങനെ തീരുമാനം വരുമെന്ന് നമുക്കറിയില്ല, പക്ഷെ സാധ്യത. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവിടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ, പോരായ്മയുണ്ടല്ലോ. അത് ഈ ആ പരിമിതി അവിടെ മാത്രമല്ല, പലയിടത്തുമുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ ശൈലി എന്ന് പറഞ്ഞാൽ അതിപ്പോഴല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പം CPM-ൻ്റെയോ BJP-യോ പോലെ ഒരു കേഡർ പാർട്ടി അല്ലല്ലോ. ഒരു കേഡർ പാർട്ടി ആക്കാനായിട്ടുള്ള പല പരിപാടികളും ശ്രീ സുധാകരൻ കൊണ്ടുവരികയും കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് 50 വീടുകളുടെ കാര്യങ്ങൾ നോക്കാൻ 5 പേരുടെ ഒരു സമിതി എന്നൊക്കെ പറഞ്ഞ് നല്ല നിലയിൽ അത് വന്നതാണ്. പിന്നെ അത് പല പല കാരണങ്ങളാൽ ആ ആശയം തന്നെ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ അങ്ങനത്തെ സംവിധാനങ്ങൾ മറ്റു പാർട്ടികളെ പോലെ ഒന്നുമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ളവർ മുഴുവൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ഇതൊന്നുമില്ലെങ്കിൽ പോലും ജനം UDF-നോ കോൺഗ്രസിനോ വോട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവരറിഞ്ഞ് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കോൺഗ്രസ്സിന് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ കുറേ ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ടുകളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുമല്ലോ, അത് ഈ പൂർവജന്മ സുഹൃതം എന്നൊക്കെ വ്യക്തികളിലെടുക്കെ പറയുന്ന, ഇപ്പം അയാളുടെ സ്വഭാവം പെരുമാറ്റം ഒന്നും മര്യാദയ്ക്കല്ലെങ്കിലും നല്ല ഉയർച്ച, എന്താ പൂർവജന്മ സുഹൃതം എന്ന് പറയുന്ന കണക്ക് കോൺഗ്രസ്സിന് പൂർവജന്മ സുഹൃതം ഉള്ളത് കൊണ്ട് പാർട്ടി സംവിധാനമൊന്നും അത്ര ബാഹ്യമായി കാണാനൊന്നും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് കഴിയും. അത് ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.